സിനിമാ ജീവിതത്തിലും പ്രണയ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും തകർന്ന് തരിപ്പണമായ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കഥയാണ് പറയുന്നത്. ഒരു കാലത്തെ സൂപ്പർ സ്റ്റാറിൻ്റെ കഥയാണ് പറയുന്നത്. ആ സൂപ്പർ സ്റ്റാർ ഇപ്പോഴും സിനിമയിൽ സജീവമാണ്. ശങ്കർ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ നവവസന്തമായി മാറിയ ശങ്കർ. അക്കാലത്തെ യുവതികളുടെ ഹൃദയം കവർന്ന ശങ്കർ. ശങ്കർ അതിവേഗമാണ് മലയാള സിനിമയിൽ കുതിച്ചുയർന്നത്. മമ്മൂട്ടിയെക്കാളും മോഹൻലാലിനേക്കാളും താരമൂല്യം അക്കാലത്ത് ശങ്കറിന് ഉണ്ടായിരുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾക്ക് ശേഷം എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ഭദ്രൻ സിനിമയും കൂടി ഹിറ്റായപ്പോൾ ശങ്കർ പൊൻപിലെയുള്ള താരമായി മാറി. ശങ്കറിനെ കേന്ദ്രീകരിച്ചു മലയാള സിനിമ. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായി അദ്ദേഹം മാറി. അക്കാലത്ത് ശങ്കറിന് കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കാൻ സമയമില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ നിർമ്മാതാക്കളുടെ ക്യൂ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഡേറ്റിന് വേണ്ടി സംവിധായകർ കാത്തുനിന്നു. അതായിരുന്നു ശങ്കറിൻ്റെ അന്നത്തെ ഡിമാൻഡ്, അന്നത്തെ തിരക്ക്. ചെന്നൈയിൽ ആഡംബര വസതി വാങ്ങി ശങ്കർ. മലയാളത്തിൽ മാത്രമല്ല, ഒരേപോലെ തമിഴിലും അദ്ദേഹം ഹിറ്റുകൾ നൽകി. ഒരു തലയിരാഗം ആയിരുന്നു തമിഴിലെ അദ്ദേഹത്തിൻ്റെ ആദ്യ ഹിറ്റ്. പിന്നീട് മലയാളത്തിൽ തിരക്കേറിയപ്പോൾ അദ്ദേഹം തമിഴ് സിനിമകൾ കുറച്ചു. ശങ്കർ പ്രണയ ജീവിതത്തിൽ പരാജയപ്പെട്ടത് അംബികയുമായുള്ള പ്രണയത്തിലാണ്. അനുരാഗ കോടതി, അർച്ചന, ആരാധന തുടങ്ങിയ ശങ്കർ ചിത്രങ്ങളിൽ അംബികയായിരുന്നു നായിക. ഈ ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ച് ശങ്കറും അംബികയും തമ്മിൽ പ്രണയത്തിലായി. ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അവസാന നിമിഷം ശങ്കറിൻ്റെ വീട്ടുകാർ എതിർത്തു. അന്ന് അംബിക വലിയൊരു നടിയായിരുന്നില്ല. മാത്രമല്ല, അംബികയെ ചുറ്റിപ്പറ്റി പല വിവാദങ്ങളും അന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രണയം തകർന്നു പോയി. അംബിക പിന്നീട് സൂപ്പർ നടിയാകുന്നത് ശങ്കറിന് നിരാശയോടെ കാണേണ്ടി വന്നു. തെന്നിന്ത്യയെ വിസ്മയിപ്പിക്കുന്ന നടിയായി അംബിക മാറി. ശങ്കർ പിന്നീട് രാധിക എന്ന സൈക്യാട്രിസ്റ്റുമായി സൈക്കോളജിസ്റ്റുമായി പ്രണയത്തിലായി. 1992 രാധികയെ വിവാഹം കഴിച്ചു. 2 വർഷത്തെ ആയുസ്സേ ആ ദാമ്പത്യ ജീവിതത്തിന് ഉണ്ടായിരുന്നുള്ളൂ. രാധികയും ശങ്കറും വേർപിരിഞ്ഞു. രാധികയുമായുള്ള പ്രണയമാണ് ശങ്കറിൻ്റെ അഭിനയ ജീവിതത്തെ തകർത്തത്. രാധികയെ കാണാൻ UK നിരന്തരം പോകുമായിരുന്നു ശങ്കർ. അവർ UK ഡേറ്റുകൾ, സിനിമ മാറ്റിവെച്ച് പ്രണയ നായകൻ ജീവിതത്തിൽ പ്രണയിച്ച് നടന്നപ്പോൾ സിനിമ എന്ന ബിസിനസ് അദ്ദേഹം മറന്നു. അഭിനയമെന്ന കല അദ്ദേഹം മറന്നു. രാധികയുമായുള്ള ദാമ്പത്യ ജീവിതം ഡിവോഴ്സിലായ ശേഷം രൂപരേഖയെ ശങ്കർ വിവാഹം കഴിച്ചു. 2002 വിവാഹം. തിരുവനന്തപുരത്തായിരുന്നു രൂപരേഖയുടെ വീട്. 2011 ആ വിവാഹ ജീവിതവും വേർപിരിഞ്ഞു. ഗോകുൽ എന്നൊരു മകൻ ഈ ബന്ധത്തിൽ ശങ്കറിനുണ്ട്. രൂപരേഖയുടേതും 2ാം വിവാഹം ആയിരുന്നു. 2013 ചിത്രാലക്ഷ്മിയെ ശങ്കർ വിവാഹം കഴിച്ചു. ചിത്രാലക്ഷ്മിക്കൊപ്പം UK ഇപ്പോൾ ശങ്കർ. മലയാള സിനിമയിൽ ഇടയ്ക്കിടെ മുഖം കാണിക്കുന്നുണ്ട് അദ്ദേഹം. ഇടയ്ക്കിടയ്ക്ക് സംവിധാനം ചെയ്ത ചില ചിത്രങ്ങൾ സംവിധാനം ചെയ്യുന്നുമുണ്ട്. പക്ഷേ ശങ്കറിനെ വിട്ട് മലയാള സിനിമ ഏറെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു. ന്യൂജൻ തലമുറയ്ക്ക് ശങ്കർ ഒരു പഴഞ്ചൻ താരമാണ്. പക്ഷേ പഴയ തലമുറയ്ക്ക് ശങ്കർ ഒരു ഹരമായിരുന്നു. പഴയ തലമുറയിലെ യുവതികളും യുവാക്കളും ശങ്കറിനെ ആരാധിച്ചിരുന്നു. ശങ്കറിൻ്റെ വളർച്ചയിൽ അന്ന് യുവനടന്മാർക്ക് അസൂയയുണ്ടായിരുന്നു. എന്തായാലും
പ്രണയത്തിലും ദാമ്പത്യത്തിലും തകർന്നുപോയ നായകനാണ് ശങ്കർ. സിനിമയിലും